എന്താണെന്നറിയില്ല കേട്ടോ. എല്ലാ സൺഡേ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് വരാറുള്ളൂ. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനുള്ളൊരു ദിവസമാണ്, ഹോളിഡേ അല്ലേ. അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകണ്ട, ജോലിക്കൊന്നും പോകണ്ട. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് താമസിച്ച് എഴുന്നേൽക്കാനും മടി ഇരിക്കാനും ഒക്കെ പറ്റിയ ഒരു ദിവസമാണ് സൺഡേ. അപ്പോൾ ഞാനും അങ്ങനെ രാവിലെ 8 മണിയൊക്കെ കഴിഞ്ഞ ടൈമിന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നുണ്ട്. മോൾക്ക് രാവിലെ പള്ളിയിൽ പരീക്ഷയായിരുന്നു, അതുകൊണ്ട് അവളെ ഞാൻ പള്ളിയിൽ പറഞ്ഞു വിട്ടു, ചായയൊക്കെ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ചായയും ബിസ്ക്കറ്റൊക്കെ കഴിക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്തായാലും കുറച്ച് താമസിക്കും, അപ്പോൾ ബിസ്ക്കറ്റും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ കുഞ്ഞു മക്കൾക്കുള്ള പാലൊക്കെ റെഡിയാക്കി ഞാൻ റൂമിലോട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പുതിയ 2 അതിഥികൾ. അപ്പോൾ രാവിലെ ഇവർ പാൽ കുടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരാക്രമമൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് പാലൊക്കെ കൊടുക്കുവാണ്. ഞാൻ സിറിഞ്ചിലാണ് പാൽ കൊടുക്കുന്നത്, നിബിളില്ലായിരുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവർ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇപ്പോൾ 7 ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അടുക്കളയിലേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഇന്ന് അപ്പത്തിനുള്ള മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മുട്ടക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചുട്ടത് ഞാൻ മിസ്സിരിയാക്ക് കൊടുക്കാനായിട്ട് പാക്ക് ചെയ്തു. അത് മിസ്സിരിയാക്ക് പള്ളിയിൽ പരീക്ഷ ആയതുകൊണ്ട് 8:30 ഒരു പരീക്ഷ കഴിയും. പിന്നെ ഈ വീട്ടിൽ വന്നിട്ട് പോകാൻ ടൈമില്ല. പിന്നെ അവൾക്ക് 10:30 വരെ പരീക്ഷ ഉണ്ട്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഇക്കാടെ കയ്യിൽ കൊടുത്തു വിട്ടു. പിന്നെ നേരെ കുറച്ച് തയ്ക്കാനായിട്ട് മെഷീനിൽ വന്നിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചാൽ ഇന്ന് വൈകിട്ടൊക്കെ നല്ല ബിസി ആയിരിക്കും, അതുകൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അത്യാവശ്യമുള്ള പരിപാടികളൊക്കെ രാവിലെ തന്നെ ഒന്ന് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരെ ഇരുന്ന് തയ്ച്ചു. അത് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചൂര മീനാണ് ഫ്രിഡ്ജിലിരിക്കുന്നത്. ഇന്നലെ രാത്രി നല്ല വിലയ്ക്ക് കിട്ടിയപ്പോൾ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ മീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫിഷ് ബിരിയാണി വയ്ക്കാമെന്ന്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചൂരയായിരുന്നു. അങ്ങനെ ഞാൻ അരിയൊക്കെ ഉണ്ടാകുന്ന നോക്കിയപ്പോൾ അരിയുണ്ട്. അങ്ങനെ ഞാൻ അരിയൊക്കെ അളന്നെടുത്തു. തൽക്കാലം ഞങ്ങൾക്ക് 2 ഗ്ലാസ് അരി മാത്രം മതി. ചെറിയ ഗ്ലാസ്സിനാണ് 2 ഗ്ലാസ് അരി ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന ടൈമിന് പുറത്ത് റബ്ബറിൻ്റെ കാടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീനൊക്കെ കഴുകി റെഡിയാക്കി അതിൽ പുരട്ടാനുള്ള മസാലയൊക്കെ റെഡിയാക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് എന്നിവ കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തു. പിന്നെ നോക്കിയപ്പോൾ ഗരം മസാല ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗരം മസാല എല്ലാം വറുത്ത് പൊടിച്ച് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് നാരങ്ങ നീരും കൂടി ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീനിൻ്റെ പുറത്തെല്ലാം തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് ഒന്ന് സെറ്റായി. മസാലയൊക്കെ എല്ലായിടത്തും നമുക്കൊന്ന് പിടിച്ച് കിട്ടണ്ടേ, അപ്പോൾ അവർ കുറച്ച് നേരം ഫ്രിഡ്ജിലിരിക്കട്ടെ. ആ സമയം നമ്മൾ ഗരം മസാല പൊടിച്ച മിക്സിയിലേക്ക് ഞാനൊരു 2 തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് എന്നിവ ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ തൽക്കാലം ബിരിയാണി വെക്കാനുള്ള പാത്രമൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ഒരു കലത്തിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു, മുന്തിരി ഇട്ട് കൊടുത്തു. കയ്യിലുള്ള സാധനങ്ങളൊക്കെ മതി കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം എന്നിവയൊക്കെ ഇട്ടു. പിന്നെ ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, സവാള എന്നിവ ഇട്ട് ഒന്ന് വഴറ്റുവാണ്. ആ കൂട്ടത്തിലോട്ട് തന്നെയാണ് ഞാൻ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊന്നുമില്ല, എനിക്ക് തോന്നുന്ന കണക്കൊന്ന് വയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി അളന്നതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. പിന്നെ ആഫ്രിക്കൻ മല്ലിയില കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ അരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ആക്കാം. അപ്പോൾ ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് മീൻ പൊരിച്ചെടുക്കുവാണ്. മീൻ പൊരിച്ചുകൊണ്ട് ഇന്ന ടൈമിന് ഇവിടെ കഴുകാനുള്ള തുണികളൊക്കെ പറക്കുന്നുണ്ട്. ഇന്ന് പൈപ്പിൽ വെള്ളം വരാത്തതുകൊണ്ട് കുറ്റുമാട് അവിടെ കൊണ്ടിട്ട് കഴുകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ തുണി കഴുകാനായിട്ട് പോയി. തുണി കഴുകി വന്ന ശേഷമാണ് ബിരിയാണിയൊക്കെ ദമ്മിട്ടത്. അപ്പോൾ അപ്പോൾ 1 മണി ടൈം ആയിട്ടുണ്ട്. ഞാൻ ദമ്മൊക്കെ പൊട്ടിക്കുവാണ്. ഏകദേശം ഒരു രൂപം കണ്ടിട്ട് കൊള്ളാമെന്നാണ് തോന്നുന്നത്. ഇനി സെർവ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സെർവ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പപ്പടമുണ്ട്. പിന്നെ നമുക്ക് അച്ചാറുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കുന്ന കുട്ടികളോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരുന്നപ്പോഴാണ് ഇവിടെ ഒരു കുട്ടി കുരുത്തക്കേട് കാണിക്കുന്നത്. ഒരാൾ ഭയങ്കര കുരുത്തക്കേടിൻ്റെ കൂടാണ് കേട്ടോ. അപ്പോൾ ഒരാൾ പാവമാണ്. അപ്പോൾ ഞാൻ തട വെച്ചിരുന്ന സ്പേസ് ബോർഡിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നൂണ്ട് കയറുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഈ റൂമിൽ നിന്ന് പുറത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അയ്യോ ആള് കൊള്ളാല്ലേ. എടാ നീ കില്ലാടിയാടാ. എടാ നിക്ക് പാളം ഇല്ലാതാ ഒന്ന്. അങ്ങനെ പിന്നെ മിസിരിയായും സിയായും കുറച്ചു നേരം അവരെ മുറ്റത്തൊക്കെ ഇട്ടൊന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കുരുത്തം ചെറുക്കനാണെങ്കിൽ സിയാടെ പിറകെ 4 കാലും പറിച്ച് ഓടുന്നുണ്ട്. പക്ഷേ മറ്റേ പൂച്ചയാണെങ്കിൽ അത്രയ്ക്കും ഓടുന്നില്ല. അപ്പോൾ ഒരാൾ നല്ല ഓട്ടമാണ്. അപ്പോൾ സിയ അതിനിട്ട് ആവുന്നത്ര നല്ലപോലെ ഓട്ടിക്കുവാണ്. ഇത് സിയാടെ പിറകെ തന്നെ ഓടുക. ആ ഇരിക്കും. ഓ വേണ്ട, കഷ്ടം, അതിനായിട്ട് ഓട്ടിക്കണ്ട. നീ എടുക്കാനായിരിക്കും വിറകേന്ന് ഓടണ ചിലപ്പോ. പോയി. ഞാനെങ്ങോട്ടെങ്കിലും വെക്കോളാം. ഡാക്കുടു കുട്ടിങ് വാ. എന്നാ ഡാക്കുടു കുട്ടിങ് വാടാ. യവനാണ് ഞെലുമ്പൻ. പക്ഷേ ഇത് യവനാണ് പറയാക്കൂല. അങ്ങനെ പിന്നെ ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ ഇന്ന് വളവച്ച് പോകണം, ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പോൾ റെഡിയായി ഇറങ്ങി. ഇക്ക തൊടുക്കുഴിയിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വളവച്ചാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങി നമ്മൾ പോവാണ്. അപ്പോൾ എന്താ ഇവിടെ എന്തായാലും നിലമേന്ന് കടയ്ക്ക് വരെയുള്ള റോഡ് ഇപ്പം നല്ല അടിപൊളിയായിട്ട് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഇന്നിപ്പോൾ വര ഇട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണാനൊരു നല്ല ലുക്കൊക്കെ വന്നിട്ടുണ്ട് വരയൊക്കെ വന്നപ്പോൾ റോഡിന്. അങ്ങനെ ഞാൻ ദാ വളവ് വെച്ചെത്തുമ്പോൾ നമ്മളെ വീട്ടിലോട്ട് ഇറങ്ങുന്ന റോഡ് സാധാരണ പോലെ തന്നെ കുഴിയായിട്ടൊക്കെ കിടക്കുവാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മഴയൊന്ന് തുടങ്ങി. പിന്നെ വീട്ടിലെത്താൻ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ.